സമയം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പവറിനെ കുറിച്ച് കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞാൽ എന്തെല്ലാം സംഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നമ്മൾ പഠിക്കാൻ പോകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, അച്ഛനെ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ കഴിവിലല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇവിടെ നിൽക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു 12:28 പറയുന്നുണ്ട്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് വചനം പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൂക്കാ സുവിശേഷത്തിലും 21-ാമത്തെ അധ്യായത്തിൽ 21-14-15 വചനമുണ്ട്. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും എതിർത്ത് നിൽക്കാനാവാത്ത ഒരു അറിവ്, ജ്ഞാനം, വിവേകം, അഭിഷേകം തരും നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എന്ന് ഈശോ അവരോട് പറയുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശരിക്കും ഈശോ മിശിഹായുടെ ആഗമനത്തിൻ്റെ ലക്ഷ്യവും ഈശോ മിശിഹായുടെ പരസ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ ലക്ഷ്യവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ആരെ തരാൻ വേണ്ടിയാണ്? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 37 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നും ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയ. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ യേശുവിൻ്റെ മഹത്വം മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അതുവരെ ഇവർക്ക് ആത്മാവിനെ നൽകപ്പെട്ടില്ലെന്ന് പറയുന്നത്. അപ്പം ഈശോയുടെ മഹത്വീകരണം എന്താണെന്നറിയാമോ? അത് ഈശോയുടെ കുരിശു മരണമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ മഹത്വത്തിൻ്റെ മഹത്വീകരിക്കപ്പെടുന്നത് ഈശോയുടെ കുരിശു മരണം നടക്കുമ്പോഴാണ്. ആ സമയത്താണ് ഈശോ ആത്മാവിനെ നൽകുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം ഈശോ പറഞ്ഞു, യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്നൊന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഈ ജീവജലം ഈശോജലം ദൈവം, അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തിപ്പെടും. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, വചനം ഭക്ഷിച്ച് കഴിയുമ്പോൾ, വചനം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെളിപാടുകൾ കിട്ടും, നമുക്ക് ദർശനം കിട്ടും. ഒരാൾ അടുത്ത് വരുമ്പോൾ ആളുകൾ പ്രവർത്തിക്കുന്ന അഭിഷേകം എന്താണെന്ന് വിവേചിച്ച് ഡിസേൺമെൻറ്റ് കിട്ടും. ജഡ്ജ്മെൻ്റ് അല്ല, ഡിസേൺമെൻറ്റ് കിട്ടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ജഡ്ജ്മെൻറ്റ് ബുദ്ധിയുണ്ട്, ഡിസേൺമെൻറ്റ് വിവേചനം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണത്. ഈ വചനം ഒരിക്കലും ബുദ്ധിയിൽ പഠിക്കാൻ പറ്റില്ല. വചനം ഒരിക്കലും പഠിക്കേണ്ട സംഭവമല്ലത്. ഇത് പഠിക്കലല്ലത്. വചനം പഠിക്കാൻ പാടില്ല, വചനം ഭക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. വചനം പഠിക്കാൻ പാടില്ല, പഠിച്ചാൽ തെറ്റിപ്പോവും. പഠിക്കുന്ന പലർക്കും ഒരുപാട് തെറ്റിപ്പോയിട്ടുണ്ട്. വചനം പഠിച്ച ഒരുപാട് മക്കൾ വചനം തെറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. പെന്തക്കോസ്ത ഗ്രൂപ്പുകളും ഒക്കെ പറ്റി വചനം പഠിച്ചാൽ അത് തെറ്റിക്കും, ഒരുപാട് തെറ്റിക്കും. വചനം നമുക്ക് ഭക്ഷിക്കാനാണ്. അതാണ് എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനം പറയുന്നത്, നീ വാ തുറന്ന് ഭക്ഷിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എസെക്കിയേൽ 3:17 പറയുന്നുണ്ട്, നിന്റെ അധരത്തിൽ ഞാൻ എൻ്റെ വചനം വെക്കും. വചനം നിക്ഷേപിക്കുന്നു. അധരത്തിൽ നിന്റെ വായിൽ ഞാൻ എൻ്റെ വചനം നിക്ഷേപിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ.
ദൈവത്തിൻ്റെ വചനം നമ്മൾ നിറയണം. അപ്പം പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ ഒരാൾ വചനം വായിക്കുന്ന വ്യക്തിയാകണം, വചനം ഭക്ഷിക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 15 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ഒത്തിരിയുടെ അഭിഷേകം ചെയ്തു. 15 ദിവസം കൊണ്ട് ഏകദേശം 2000-ഓളം ദൈവവചനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ. 2000-ഓളം ദൈവവചനം ഞാൻ ഭക്ഷിച്ചു എന്ന് പറയാൻ പറ്റും. വചനം ഭക്ഷിക്കും. വചനമാണ് അപ്പം, വചനമാകുന്ന അപ്പം അത് ഈശോ പറയുന്നുണ്ട്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ. കാരണം വചനത്തിൽ യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞേ, ആത്മാവാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടും. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ദൈവവചനത്തിനാണ് ജീവനിരിക്കുന്നത്. വചനം ഉപയോഗിക്കുമ്പോഴാണ് അഭിഷേകം കിട്ടുക. അതാണ് എഫെസസ് 6:17 പറഞ്ഞത്, വചനമാകുന്നു വാളെടുക്കാൻ പറയുക. ആത്മീയ സമരം നടക്കുമ്പോൾ നമ്മളെല്ലാം ആത്മീയരാകാൻ വേണ്ടി പോവുകയാണ്. സ്വർഗോന്മുഖമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുക, ഈശോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സാത്താൻ സമ്മതിക്കില്ല, ഒരു കാരണവശാലും അതാണല്ലോ ലൂക്കാ സുവിശേഷം 8:10 പറയുന്നുണ്ട്, വചനം വിത്താണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ മാനസാന്തരപ്പെടുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവിടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അതാണ് വഴിയരികിൽ വീണ വിത്ത്. അപ്പം പിശാച് വന്നിട്ട് ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുമെന്നാണ് പറഞ്ഞത്. അത് എടുത്തു കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്താൽ നിറയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ വചനം സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? പരിശുദ്ധ അമ്മയെപ്പോൾ എളിമയുള്ളവർക്ക് ഈ വചനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. എളിമയുള്ളവർക്ക്. അതാണ് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ആർക്കും വചനം ഭക്ഷിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ, ഞാൻ ഇന്ന് സുവിശേഷത്തിലൂടെ ലോകം വിടുമ്പോൾ ഞാൻ 100 കണക്കിന് പുസ്തകമൊന്നും വായിക്കാറില്ല, ഇന്നാകെ വായിക്കുന്നത് ഞാൻ ഈ ദൈവവചനവും സഭയുടെ പ്രബോധനവും വായിക്കും. ദൈവവചനം അത് എപ്പോഴെല്ലാം സമയം കിട്ടുന്നു അപ്പോഴെല്ലാം ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിരിക്കുമ്പോൾ, ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഇത് ഭക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് വലിയൊരു ഭക്ഷണമോ. ഇത് ഭക്ഷിക്കുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പം സാധാരണ ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, വിശപ്പ് പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഭയങ്കര ശക്തിയാണ്. ഇത് ഭക്ഷിച്ചിട്ട് പോയിട്ട് ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ രോഗി സുഖപ്പെടും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വചനം ഭക്ഷിച്ചിട്ട് പോയിട്ട് ഒരു ആളോട് വചനം പറയുമ്പോൾ ആൾ മാനസാന്തരപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഇത് ജീവന്റെ വചനമാണ്. ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട്, അച്ഛന് എങ്ങനെയാണ് ഈ വരം കിട്ടിയത്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അച്ഛൻ എങ്ങനെയാണ് ഈ അത്ഭുത വരം കിട്ടിയത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി ഇത്ര ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ആളുകൾ കൂടാൻ കാരണം എന്താണ്? ഇത് ഒരുപാട് ജനമാണ്, കരലോട്ടും ജനം കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന്, അപ്പോൾ എങ്ങനെയാണ് അച്ഛന് ഈ പവർ കിട്ടിയത്? എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അച്ഛന്മാർ ചോദിക്കാറുണ്ട്, മെത്രന്മാർ ചോദിക്കാറുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞ കാര്യം, എനിക്ക് കിട്ടിയത്, ഞാൻ ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായിരുന്ന ആളാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇത് മുഴുവൻ കിട്ടിയത് ഈ വചനം ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഈ വചനം ഭക്ഷിച്ച് അത് സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അത് സ്വന്തമാക്കിക്കൊണ്ടിരുന്നപ്പോൾ, അത് ലൂക്കാ 2:19 മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചിരുന്നു. അപ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രമേ അത് മാംസം ധരിക്കുകയുള്ളൂ. ബുദ്ധിയിൽ സംഗ്രഹിച്ചാൽ ഒരിക്കലും അത് മാംസം ധരിക്കത്തില്ല. ഇത് ലോകത്ത് ഒത്തിരി പേര് ബൈബിൾ പഠിക്കാൻ ഓടി നടപ്പുണ്ട്. പക്ഷേ അവസാനം അവർക്ക് ചിലപ്പോൾ വിശ്വാസം പോലും പോകാൻ സാധ്യതയുണ്ട്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ പൈശാചിക മേഖല പിടിക്കും, അവരെ ബന്ധിക്കുന്നത് കാണാൻ പറ്റും. പവർ അറിയാൻ പറ്റില്ല, പവർ കിട്ടത്തില്ല. വചനത്തിന് പവർ കിട്ടണമെങ്കിൽ ജെറമ്യാ 15:19 എത്തണം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആകുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. വിലകെട്ടവ പറയാതെ. അപ്പം നിന്റെ നാവ് കൊണ്ട് തെറി പറയരുത്, ശാപവാക്കുകൾ പറയരുത്, കുറ്റം പറയരുത്. അതായത് റോമാലേഖനം 2:1-4 വചനം പറയുന്ന പോലെ ആരെയും വിധിക്കാൻ പോകരുത്, ആരെയും കുറ്റം പറയരുത്, പരദൂഷണത്തിൽ ഏർപ്പെടരുത്, മദ്യപിക്കരുത്, വിളച്ച പാപങ്ങൾ ചെയ്യരുത്, നാവ് കൊണ്ട് ഒരു തെറ്റുകളും ചെയ്യരുത്. അങ്ങനെ വചനം മാത്രം, എപ്പോഴും വചനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതല്ലേ വചനം. യോഹന്നാൻ തുടങ്ങുന്നത്, യോഹന്നാൻ ഇത് മനസ്സിലായി. അതുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ 1:1-14 വരെയുള്ള വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് സമസ്തം അവൻ വഴി സൃഷ്ടിക്കപ്പെട്ടു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, എല്ലാം അവൻ വഴി ഉണ്ടായി. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ. അതാണ് ഹെബ്രായ 11:3-4 വചനം. വചനത്താലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടു. വചനത്താലാണ് ലോകം ഉൽപ്പത്തി പുസ്തകം 1:1-9 വരെയുള്ള വചനം വായിക്കണം. ദൈവം വചനം പറയുക, വചനത്തിൻ്റെ ശക്തിയാലാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനമാണ് നിറയുന്നത്. അപ്പോൾ വചനം നിറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു, കുറേ ഹല്ലേലൂയ വെച്ചു, അപ്പോൾ പരിശുദ്ധം ഇല്ല നിറയത്തില്ല. പ്രിസ്ലോഷ് അത് വിശ്വസിക്കുക, പേടിക്കണം. അവിടെയാണ് ചിലപ്പോൾ സ്ലൈൻ സ്പിരിറ്റുകൾ, പലതരം പൈശാചിക ആത്മാക്കൾ പ്രവർത്തിക്കും. വചനം നിറയാതെ ഉണ്ടാകുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങൾ സൂക്ഷിക്കണം. അവിടെയൊക്കെ പൈശാചിക ബന്ധനങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നിറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം നിറഞ്ഞിട്ട് വരുന്ന സ്തുതിപ്പ്, അപ്പോൾ അത് കാണുമ്പോൾ അറിയാം അത് വിടുതലുണ്ട്, അത് അഭിഷേകമുണ്ട്, അതാണ് വിവേചനം വരം കിട്ടും. ഒരാൾ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് അപ്പോൾ ഏത് പ്രാർത്ഥന, ഏത് വചനം ചൊല്ലിയ, ഏത് വചനം വെച്ച് ബന്ധിച്ചാൽ ആ വ്യക്തിയുടെ ബന്ധനം അഴിയുന്നവർ. എല്ലാ വചനം വെച്ച് ബന്ധിച്ചാൽ ബന്ധനം അഴിയത്തില്ല. ചുമ്മാ അങ്ങനെ ചെയ്ത് ഒന്നും സംഭവിക്കത്തില്ല. ശരിക്കും ചില വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ആ വ്യക്തിയുടെ ബന്ധനം അഴിയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം പ്രവർത്തിക്കുന്ന വചനമാകുന്ന വാളാണ് വെട്ടുന്നത്. വചനം ഒരു വാളാണ്. അതാണ് കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലും ഇരുത്തല വാൾ. ശരിക്കും വചനമാകുന്ന വാളെടുക്കാൻ എന്താ പറയുന്നത്? ഈ വചനമാകുന്ന വാളെടുക്കാനാണ് പറയുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വചനം നിറയുമ്പോൾ ബന്ധനം വഴി, വചനം വഴിയുമ്പോഴാണ് നമ്മൾ പൈശാചിക ശക്തിയൊക്കെ വിട്ടുപോയിട്ട് നമ്മൾ ശക്തരായിട്ട് മാറുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞ് യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം പറയുന്നുണ്ട്, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടനെ ജയിക്കണം, ദുഷ്ടനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദൈവ വചനം കൊണ്ടും നമ്മൾ നിറയണം. അപ്പോൾ ഇത് ദൈവവചനം കൊണ്ട് നിറയണമെങ്കിലുണ്ടല്ലോ നമ്മൾ മറ്റു വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മുടെ നാവിനെ നമ്മൾ രക്ഷിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വചനമുണ്ട്. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ചിലർക്ക് വചനം പറയും, മറ്റു പല കഥകളും ഒക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കാൻ പറ്റും നമുക്ക്, പക്ഷേ അഭിഷേകം ഉണ്ടാകത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആൾക്ക് സന്തോഷം ഉണ്ടാകും, പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാകത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആളുകൾക്ക് ഭയങ്കര സുഖം കിട്ടും, പക്ഷേ അനോയിൻറ്റിങ് ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ അവിടെ വ്യർത്ഥ സംഭാഷണം ഉണ്ടാകാൻ പാടില്ല. അവിടെ നാവ് നമ്മൾ ഈശോയാണ് പറയുന്നത്, യേശുവിൻ്റെ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഈ വചനം പറയുന്നത്. ലൗകികമായ വ്യർത്ഥ സംഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഗത്തിലേക്ക് നയിക്കും. അത് ഈ ഭക്തി രഹിതയുടെ സംസാര ശരീരത്തെ കാർന്നു പിടിക്കുന്ന വ്രണം പോലെ അത് പടർന്നു പിടിക്കുന്നു. അത് ശരിക്കും ക്യാൻസറാണെന്ന് പറയുന്നത്. അത് ചിലർക്ക് വചനം പറയും, രണ്ടും കൂടെ കൂടെ ഒന്നും കിട്ടത്തില്ല. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. വചനവും അതിനുശേഷം ഞാൻ എൻ്റെ ഈശോ അഭിഷേകത്തേക്ക് വരുമ്പോൾ 1995 അഭിഷേകം, അന്ന് പരിശുദ്ധമായ ശക്തമായ അഭിഷേകം കിട്ടിയപ്പോൾ ടെലിവിഷനൊക്കെ കാണിച്ച് നിർത്തി. പ്രൈസ് ദി ലോർഡ്. ടെലിവിഷന് ഇപ്പോഴൊക്കെ വല്ലപ്പോഴും വല്ല വാർത്തകൾ കാണാൻ വേണ്ടി മാത്രം അല്പം വല്ല സമയം അതൊന്നും കേസ് വിട്ട താല്പര്യം പോയി. മറ്റെല്ലാ സംഭാഷണങ്ങളിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ, അതായത് ലൂക്കാ സുവിശേഷം 4:1-3 വരെ വചനം പറഞ്ഞ പോലെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആ മരുഭൂമിയിൽ 40 രാവും 40 പകലും അവൻ തപസ്സനുഷ്ഠിക്കുകയാണ്. എന്താ തപസ്സെന്ന് വെച്ചാൽ അവിടെ വചനം ഭക്ഷിക്കുക, വചനം കൊണ്ടാണ് നിറയുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 17:17, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആർക്ക് പറഞ്ഞുകൂടാ, ഇത് തുറന്നു കിട്ടണം. പരിശുദ്ധാത്മാവ് തുറക്കാതെ അല്ല ഇത് സാധാരണ ബുക്ക് പോലെ പലർക്കും ഫീൽ ചെയ്യുള്ളൂ. സാധാരണ പുസ്തകം, ഇത് സാധാരണ പുസ്തകമല്ല. പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സഹായിക്കണം. ഇതിൻ്റെ വചനം ഒരു ഭക്ഷണമാണെന്ന് മനസ്സിലാവും, ജീവൻ നൽകുന്ന ആത്മാവിന് ജീവൻ എന്നുള്ള ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും. യോഹന്നാൻ 15:3 അതായത് എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരെ. വചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി, കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ ബന്ധനം വഴി. യോഹന്നാൻ 15:1-9 വരെയുള്ള വചനം കാണാം. അതായത് മുന്തിരിച്ചെടി ഫലം പുറപ്പെടുവിക്കാൻ വെട്ടി ഒരുക്കുന്നുണ്ട്. ശരിക്കും വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് മനസ്സാന്തരങ്ങളുണ്ടാകും, കെട്ടുകളഴി. അപ്പോൾ നിങ്ങളിത് ധ്യാനം കഴിഞ്ഞിട്ട് പോയിട്ട് വചനം ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകുക. സങ്കീർത്തനം 119:1 മുതലുള്ള വചനം, അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചാൽ പൈശാചക്തിക്ക് വിട്ടുപോകും.
പ്രൈസ് ദി ലോർഡ്. വചനം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ നമ്മുടെ അടുത്ത് വരത്തില്ല, ബന്ധനടി. ആ നാൾ ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഈ ഒരു വചനം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിടുതലിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്, വിടുതൽ അത്ഭുതം ഉണ്ടാകുന്നു. ഒരിടത്ത് ഞാൻ മംഗലാപുരത്ത് ശുശ്രൂഷ പങ്കെടുക്കും, ശുശ്രൂഷയ്ക്ക് വെറുതെ പോകുന്ന, ശരിക്കും കൗൺസിലിങ്ങിന് ഒന്ന് വെറുതെ പ്രാർത്ഥന കൂട്ടായ്മയുടെ കൂടെ പോയത്. അവിടെ ചെന്നപ്പോൾ കൗൺസിലിങ്ങിനായിട്ട് എന്നെ ഇങ്ങനെ ഇരുത്തി. അപ്പോൾ കൗൺസിലിംഗ് ഇരിക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇരുന്നു. അപ്പോൾ ഒരു സഹോദരി, ഏകദേശം ഒരു 50ഓളം വയസ്സ് പ്രായമുള്ള സ്ത്രീ, രോഗിയായ സ്ത്രീ, വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് നടന്ന് എൻ്റെ അടുത്തിട്ട് വരുമ്പോൾ ഒരു 10-15-20 ഫീറ്റ് അപ്പുറത്ത് വെച്ച് ഈ സ്ത്രീ ഒറ്റ അലറിച്ച്, യേശുവേ നീ നകന്നു പോകണേ. അപ്പം എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വചനം നിറയുമ്പോൾ ഈശോയാണ് നിറയുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വചനം നിറയുമ്പോൾ ഈശോ നമ്മൾ നിറയുന്നു. വചനം പരിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നത് പോലെ നമ്മൾ ഭക്ഷിക്കണം. നമ്മൾ ദൈവവചനം പരിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കേണ്ടതാണ് ദൈവവചനം. അപ്പോൾ ഇത് പെട്ടെന്ന് സംഭവം. അപ്പോൾ ഞാൻ ആ നാളുകളിൽ ശരിക്കും പറഞ്ഞൊരു 2000ഓളം വചനം പഠിച്ചു കഴിഞ്ഞു. ആ വചനം പഠിക്കുന്നത് ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്നത് പെട്ടെന്ന് ഈ ബുദ്ധിയിലിരിക്കുന്ന മറന്നുപോകും. ക്രിസ്തുവോട് ഹൃദയത്തിലിരിക്കുന്ന ഒരിക്കലും മറക്കില്ല. ഹൃദയത്തിൽ തട്ടിയ ഒന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കാറില്ലല്ലോ. ഹൃദയത്തിലിരിക്കുന്നൊന്നും മറക്കാറില്ല. വചനം മറന്നു പോകുന്നത് ബുദ്ധിയിൽ വെക്കുന്നത് കൊണ്ട്. ഹൃദയത്തിൽ വെക്കുകയാണെങ്കിൽ അതൊരിക്കലും മറന്നു പോകില്ല. ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ ആ ദൈവം തന്നെ അത് അനുഗ്രഹിക്കണം. അണക്കര മനേന്ത്യയാനത്തും ആളുകൾ വരുമ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കരഞ്ഞ് കുമ്പസാരത്തിനായിട്ട് പോകും. ക്രിസ്തുലോഷ് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ബന്ധനമഴിഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെട്ട് എഴുന്നേൽക്കും. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേകർ പറയും ഞങ്ങൾ ഈശോയെ കണ്ടെന്ന് പറയും. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പറയും ഞങ്ങളുടെ ശരീരത്തിൽ എന്തോ ഒരു മഴ പെയ്തിറങ്ങുന്ന അനുഭവം ഉണ്ടായെന്ന് പറയും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി അനുഭവം, ഒരുപാട് തിന്മയുടെ ശ്രദ്ധയിൽ ദേഹത്തുനിന്ന് ഇറങ്ങി ഓടുന്ന അനുഭവം അവർക്കുണ്ട്. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവിടെ ബോധം കെട്ട് വീഴുമ്പോൾ ആളുകൾ ചെല്ലുമ്പോൾ അവർ അനമ്പളൊക്കെ തെളിച്ച് എന്താ സംഭവിച്ചു. ഇപ്പം വചനം പറഞ്ഞപ്പോൾ ആരോ വന്ന് അടിച്ച് താഴെ ഇട്ടു. അത് ആരാ അടിച്ചിട്ടറിയാവോ? മാലാഖമാര്. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാലാഖമാര് ഗ്രൂപ്പിൽ ഇറങ്ങിച്ചെന്നിട്ട് ബന്ധനമുള്ളൊക്കെ അഴിച്ചുവിടും, കെട്ടഴിച്ചുവിടും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ അഴിച്ചുവിടുന്നത്. വചനം ചെവിയടച്ചു പിടിക്കരുത്. വചനം ഹൃദയം തുറന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തുല്യ മറക്കള മക്കള്. ആ തലത്തേക്ക് നമ്മൾ ഉയരണം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കൽ. 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 അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരിൽ മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ. അഭിഷേകത്തോടെ വിളിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളും കൊടുത്തിട്ടുണ്ട്, എല്ലാ വിഷമങ്ങളും എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരം പ്രകടമാകട്ടെ.
യേശുക്ക് വിട്ടുകൊടുത്ത് മൊത്തം കൊടുത്ത് യേശുക്ക് ഒരു മുട്ട് കൊടുത്ത് ഒരു മുട്ട് കൊടുത്ത് യേശുവേ ഇത്രയേറെ വേദനയോടെ മക്കളുണ്ട്. 2 കരം ഉയർത്തി വിരിച്ചങ്ങ് പിടിച്ചു. എല്ലാം കൊടുത്തേരെ. 2 കരം ഉയർത്തി വിരിച്ച് പിടിച്ച് എല്ലാ വിഷമം കൊടുത്തേരെ. എന്താണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഈശോ പ്രാർത്ഥിക്കട്ടെ, ഈശോ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന കൊടുക്കട്ടെ. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കരുണ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ പിടിച്ച് കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരുണ ഉണ്ടാകണം. ജീവിത പങ്കാളി മക്കളെല്ലാം ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. രോഗികളായ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. 2 കരം ഉയർത്തി ഈശോയെന്ന് വിളിച്ചോണം. ഈ സമയത്ത് കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. 2 കരം ഉയർത്തി ഈശോയെന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ.